ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ നാശമല്ലയോ ഭവിച്ചതൻ ജീവിതം. ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ നാശമല്ലയോ ഭവിച്ചതൻ ജീവിതം. മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്ത നിന്റെ കൃപയാൽ. മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്ത നിന്റെ കൃപയാൽ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിലോർത്തീശനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എന്റെ താഴ്ചയിലോർത്തീശനെ. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ ഈ പകൽ നമുക്കായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. സമയം ഒരുപാട് മുൻപോട്ട് പോയല്ലോ. ചെറിയ ഒരു ചിന്ത നിങ്ങളുടെ മുൻപിൽ വെച്ചിട്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം ഇടുവാൻ ആഗ്രഹിക്കുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഒന്ന് വായിക്കാം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളികയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരിക്കുന്നു. താൻ മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. മതി. രേഖ എഴുതിയിരിക്കുന്നു എന്ന് കൃത്യമായി ദാനിയേൽ അറിഞ്ഞു. അവന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ദിവസം 3 നേരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന, വേറിട്ട് ഇരിക്കുന്ന ഒരു സ്വഭാവം അവനുണ്ടായിരുന്നു. സ്തോത്രം. ദാനിയേലിനെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ അവൻ ഒരുപാട് തിരക്കുള്ള ഒരു വ്യക്തിത്വമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അവന്റെ ജീവിതത്തിൽ ദൈവിക ബന്ധത്തിൽ യാത്ര ചെയ്യുന്നതിനാൽ അവനെ ശത്രുവിന് പിടിക്കുവാൻ വേറെ മാർഗമൊന്നും കാണാഞ്ഞതിനാൽ അവന്റെ പ്രാർത്ഥന മുടക്കുവാൻ ആളുകൾ പദ്ധതിയിട്ടു. നമ്മളായിരുന്നെങ്കിൽ എന്തു ചെയ്യും? അതാണ് അവിടെ ചിന്തിക്കേണ്ടത്. ദാനിയേൽ പ്രാർത്ഥിച്ചു, ദാനിയേലിന് വേണ്ടി പ്രവർത്തിച്ചു, സ്തോത്രം വിക്രി പറഞ്ഞു പോകാതെ നമ്മുടെ മുൻപിൽ ഒരു പ്രതികൂലം വന്നാൽ, നമ്മുടെ മുൻപിൽ ഒരു പ്രയാസം വന്നാൽ നാം എന്തു ചെയ്യും? വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് ചുറ്റും നിൽക്കുന്ന സാക്ഷികളിൽ ഒരാളാണ് ദാനിയേൽ. സാക്ഷികളിൽ ഒരാളാണ് ദാനിയേൽ. സാക്ഷികളുടെ കൂട്ടത്തിൽ ദാനിയേലും കാണും. എന്റെ സാഹചര്യം കൊണ്ടാ ഞാൻ അങ്ങനെയായേ. പറ്റില്ല, അവിടെ പറയാൻ പറ്റില്ല. മുട്ടിടിക്കും. അവിടെ എത്തില്ല വേറെ സത്യം, നീ എത്തിയാൽ തന്നെ മുട്ടിടിക്കും. നമ്മൾ വേദപുസ്തകത്തിലെ ഓരോ വ്യക്തികളെ കുറിച്ച് ചിന്തിക്കുമ്പോഴും അത് നമ്മുടെ ജീവിതവുമായി എന്ത് ചെയ്യണം? താരതമ്യപ്പെടുത്തി ചിന്തിക്കണം. കഥ കേൾക്കുന്നത് പോലെ കേൾക്കുകയോ അല്ലെങ്കിൽ അനുഗ്രഹമായിരുന്നു നിന്നോട് ദൈവാത്മാവ് എന്തെങ്കിലും പറഞ്ഞോ? അതിപ്പം അങ്ങനെ തട്ടിപ്പ് നടത്തി പോകരുത്. ഇവിടെ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. ഇവനെതിരെ ഇങ്ങനെ ഒരു രേഖ എഴുതാൻ കാരണം എന്താ? അതേ അധ്യായം ഒന്ന് വായിച്ചു, 3-ാം വാക്യം. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നത് കൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായി വിളങ്ങി.
രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. ദാര്യാവേശ് ഇവനെ സകല രാജ്യത്തിനും അധിപതിയാക്കുവാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവിക അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ തന്നെ മറു സൈഡിൽ ശത്രു നമുക്കിട്ട് പണിയാൻ നോക്കും എന്നും കൂടെ മറക്കണം. പറഞ്ഞു മനസ്സിലായോ? ദൈവിക അനുഗ്രഹം കിട്ടുമ്പോൾ ശത്രുവായവൻ മൗനം പാലിച്ചിരിക്കില്ല. അവൻ നമുക്കിട്ട് പണിയാൻ എന്ത് ചെയ്യും? മുഴുവൻ ശക്തിയോടെയും. അവിടെയാണ് ദൈവിക ബന്ധത്തിൽ നിന്നും മാറാതെ ഒറ്റ ആഗ്രഹമുള്ളൂ, പ്രാർത്ഥനയൊന്ന് മുടക്കണം. പ്രാർത്ഥന മുടക്കണം. കിളിവാതിൽ തുറക്കാതിരുന്നാൽ ഇവർ പ്രാർത്ഥിക്കുന്ന ആരും കാണുമില്ല. അവിടെ എഴുതിയിരിക്കുന്നത് ദാനിയേൽ തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നത് കണ്ടു. കള്ളം പറഞ്ഞതാ, അവര് കണ്ടിട്ടൊന്നുമില്ല. അന്നവർ മാളികമുറിയിൽ ഇരുന്നിട്ടാ പ്രാർത്ഥിക്കുന്നത്. അവരെങ്ങനെ കാണുന്നേ? കിളിവാതിൽ തുറന്നാൽ ദാനിയേൽ പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കിയെന്ന് അവർക്കറിയാം. അതാണ് കാര്യം. പ്രാർത്ഥിക്കാനിരിക്കുമ്പം എല്ലാവരും ഒരുപോലെയുള്ളവരല്ല, പല രീതിയിലാണ്. ചില സമയങ്ങളിൽ ദൈവിക സാന്നിധ്യവും ദൈവിക അധികാരവും നമ്മുടെ മേൽ പകരപ്പെടുമ്പോൾ മൗനം പാലിച്ച് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഒരു പോലീസ് ഓഫീസറുടെ അടുക്കിലേക്ക് ഒരു കള്ളൻ കയറി കഴിഞ്ഞാൽ നീ കട്ടോടാ എന്ന് ചോദിക്കുകയല്ല. അവിടെ ചോദിക്കുന്ന ആ ചോദ്യത്തിന് എന്തുണ്ട്? ചില ഗൗരവമുണ്ട്. എന്നതുപോലെ പന പിയാല് പണി നടത്താൻ നിൽക്കുന്നത് ആത്മാവിൽ കാണുമ്പോൾ അവന്റെ അടുക്കൽ നീ ചെയ്യാൻ പോവാണോടാ എന്നല്ല ചോദിക്കുന്നത്. ആനപ്പിയാല് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിന് അത് കേൾക്കുമ്പോഴേ അവനൊന്ന് കിടുന്നു. സ്വോത്രം. നമ്മുടെ മിടുക്കുകൊണ്ടല്ല, നമ്മുടെ ശബ്ദം കൊണ്ടുമല്ല, നമ്മിലൂടെ വ്യാപരിക്കുന്ന ആ ദൈവിക സാന്നിധ്യം യഥാർത്ഥമായി വെളിപ്പെടേണ്ടതുപോലെ വെളിപ്പെടുമ്പോൾ അന്ധകാര ശക്തി കിടുകയാ, അന്ധകാര ശക്തി ഭയപ്പെടുകയാ. ആ ദൈവിക ബന്ധത്തിനുടമയായ ദാനിയേലിനെ ഇല്ലാതെയാക്കുവാൻ ശത്രു പണി നടത്തിയെങ്കിലോ ദൈവ പൈതലേ അവനെ ഇല്ലാതെയാക്കുവാൻ കഴിഞ്ഞില്ല എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുക. അഡ്ജസ്റ്റ്മെന്റ് നടത്തരുത്. അഡ്ജസ്റ്റ്മെന്റ് നടത്തിയാൽ മൂക്കും കുത്തി എപ്പ വീണെന്ന് ചോദിച്ചാൽ മതി. അഡ്ജസ്റ്റ്മെന്റ് നടത്താതെ മുന്നോട്ട് പോയാൽ തമ്പുരാൻ വഴി തുറക്കും. പ്രവർത്തിക്കേണ്ട പ്രവൃത്തി തമ്പുരാൻ ചെയ്യും. അതാണ് വചനം പറയുന്നത്, നിന്റെ വഴി ബാക്കി പറഞ്ഞേ, അടുത്ത് പറ. തട്ടിപ്പോടി അടുത്ത് നിന്റെ വഴി യഹോവയെ വരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. എളുപ്പത്തിൽ അവിടെ കയറുക, അത് നടക്കില്ല. അവനിൽ തന്നെ. ദൈവത്തിൽ ആശ്രയിച്ചാൽ ഊന്നോടി വേണ്ടെന്ന്. മറ്റൊരാളുടെ സപ്പോർട്ടിന്റെ ആവശ്യമില്ലെന്ന്. നാം സേവിക്കുന്ന ദൈവം സർവജ്ഞാനിയും സർവാധികാരിയും സകലത്തിന്മേലും അധികാരമുള്ളവനാ. അതാ വചനം പറയും, ധന്യനായ ഏകാധിപതി, ധന്യനായ ഏകാധിപതി, താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. ആ ദൈവമായാണ് എനിക്കും നിനക്കും ബന്ധമുള്ളത്.
അന്യനായ. അപ്പോൾ ഒരു ആവശ്യത്തിന്റെ മുൻപിൽ അധികാരം നടത്താൻ ഞാൻ അത് നടത്തിക്കോട്ടെ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലെന്ന്. സ്തോത്രം. പന്നപിതാവിന് അനുവാദം കൊടുത്താൽ മാത്രമേ തൊടാൻ പറ്റുള്ളൂ. സ്തോത്രം. അവന് തമ്പുരാൻ അനുവാദം കൊടുത്താലേ തൊടാൻ പറ്റുള്ളൂ. എന്നാൽ നമ്മുടെ വീണ്ടെടുപ്പുകാര് നമുക്ക് വേണ്ടി സദാ ജീവിക്കുന്നവനാകയാൽ, അവൻ ധന്യനായ ഏകാധിപതിയാകയാൽ, യഹോവയിൽ ആശ്രയിക്കുന്ന ദൈവമൈതലേ, അവനിൽ മാത്രം നീ ആശ്രയിക്ക. അവൻ തന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ മതിയായവൻ തന്നെ. സ്തോത്രം. ആമേൻ. കാലിന് വേദനയല്ലേ വണ്ടി ഓടിക്കാൻ പറ്റുമോ? പിന്നെ ഈ കാല് മാറ്റി വെച്ചിട്ട് വേറെ കാല് വെച്ചിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുമോ? ഈ കാല് വെച്ചിട്ട് എന്ത് ചെയ്യണം? വണ്ടി ഓടിക്കണം. വേറെ കാലൊന്നും കിട്ടില്ല. അവിടെ എന്തുണ്ടാകും? ദൈവം തന്റെ കൃപ പകരും. അപ്പൊ ദൈവമായുള്ള ബന്ധത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നിന്റെ വഴി ആരെ പരമേൽപ്പിക്കണം? എന്നിട്ട് എന്ത് ചെയ്യണം? അതാ നമുക്ക് പറ്റാത്തത്. അപ്പൊ വചനം പറയുന്നത് ശ്രദ്ധിക്കുക. നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക. രേഖ എഴുതി. സത്യമാ, എല്ലാ കാര്യങ്ങളും ദാനിയേൽ അറിഞ്ഞു. പക്ഷെ അവനവന്റെ പണി നിർത്തിയില്ല. അവനവന്റെ പണി നിർത്തിയില്ല. രേഖ എഴുതിയാലും കൊള്ളാം, എന്ത് എഴുതിയാലും കൊള്ളാം, എനിക്കത് വിഷയമല്ല. ഞാൻ എന്റെ ദൈവത്തോട് തീരും. ഇതുപോലെ തന്നെ ഒരു കൂട്ടരാണ് കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസും സീലാസും. ഞാൻ മനസ്സിലാക്കുന്നത് രാത്രിയിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലാണ് ആര്? പൗലോസ്. പ്രാർത്ഥനയുടെ സമയമായി കഴിഞ്ഞപ്പം പുള്ളിക്കൊരിളക്കം. സീലാസിനോട് പറഞ്ഞിടാ, നമുക്ക് ദൈവത്തെ പ്രാർത്ഥിച്ച് മഹത്വപ്പെടുത്താം. ചക്കിക്കൊത്ത ചന്ദ്രൻ എന്ന പോലെ ആളെന്ത് ചെയ്തു? രണ്ടുപേരും കൂടെ. എപ്പോഴാണെന്ന് ഓർക്കണം? പാതിരാത്രിക്ക്. ആ തിരുവചന ഭാഗം വായിച്ചു കഴിഞ്ഞാൽ അവരെ കൊണ്ടുപോയി ഇട്ടിരിക്കുന്ന അവസ്ഥകൾ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 22 മുതൽ 26 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ ഒന്ന് പെട്ടെന്ന് വായിച്ചേ. അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി. വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മതയോടെ കാപ്പാൻ കൽപ്പിച്ചു. അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലേക്ക് കൂട്ടി. സ്വാതന്ത്ര്യം വരെ നഷ്ടപ്പെട്ടു. കാൽ ആമത്തിൽ ഇട്ട് കൂട്ടി. ആനങ്ങാൻ പറ്റില്ല. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്തോത്രം. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. ദൈവത്തോട് ആദ്യം പ്രാർത്ഥിച്ചു, പാടി സ്തുതിച്ചു. ഒരുപക്ഷെ അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥന എങ്ങനെയായിരിക്കാം? കർത്താവേ, അല്പസമയം അങ്ങയോടൊത്ത് ആയിരിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ശരീരം മുഴുവൻ ബലഹീനമാണ്, അവിടുന്ന് സഹായിക്കണം. ഇതായിരിക്കും അവരുടെ പ്രാർത്ഥന. സ്തോത്രം. പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിക്കുവാൻ തുടങ്ങി. സ്തോത്രം. ചില സമയങ്ങളിൽ ദൈവസന്നിധിയിൽ നമ്മൾ വേദനയോടുകൂടി ആയിരിക്കുമ്പോൾ നമ്മുടെ ആദരം നമ്മൾ അറിയാതെ തന്നെ ചലിക്കുവാൻ തുടങ്ങും. ആ ചലനം എന്ന് പറയുന്നത് 4 പേര് എന്ത് ചെയ്യും? അറിയും. അത് അറിയും. സ്തോത്രം. അത് പാതിരാത്രിയാണോ വെളുപ്പാങ്കാലമാണോ ഇതൊന്നും എന്ത് ചെയ്യാനില്ല. സ്തോത്രം. ദൈവിക ബന്ധം, ദൈവിക സാന്നിധ്യം. കാരാഗ്രഹത്തിനകത്ത് ഒരു രാത്രിയുടെ മധ്യാഹ്നത്ത് 12 മണി അർദ്ധരാത്രിക്ക് ദൈവത്തെ പ്രാർത്ഥിച്ച് പാടി സ്തുതിക്കുവാൻ തുടങ്ങി. ഒരു കാര്യം മനസ്സിലാക്കണം, അവർ ചങ്ങല അടിയാൻ വേണ്ടിയല്ല പ്രാർത്ഥിച്ച്. അവർ വിടുവിക്കപ്പെടും എന്നുള്ള ചിന്തയിലല്ല അവർ പ്രാർത്ഥിച്ചത്. അവരെ വിളിച്ച ദൈവം, അവരെ സഹായിച്ച ദൈവം, ആ ദൈവത്തോട് അവർക്ക് പ്രാർത്ഥിക്കണം. അത്രയേ ഉള്ളൂ കാര്യം.
വാസ്തവത്തിൽ ശീലാസ് പറയണം, മനുഷ്യ മിണ്ടാതിരുന്നേക്കണം. ഒരു പെണ്ണുമ്പിള്ളേനെ ശാസിച്ചതാണ് ഈ കോലത്തിൽ ആകാൻ കാരണം. ഇനിയിപ്പോ അടുത്ത പണിയും കൂടെ കിട്ടാൻ വേണ്ടിയാണ്. അടുത്ത പണി കിട്ടാൻ വേണ്ടിയാണോ ഈ പണി നടത്തുന്നത് എന്നാണ് ശീലാസ് ശരിക്കും പറയേണ്ടത്. അവനും കൂടെ കൂടി. അതാണ് ഐക്യത. ഐക്യതയുണ്ടോ അവിടെ ദൈവപ്രവൃത്തി. ഒരു മനപ്പെടുമോ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഒരു മനപ്പെട്ട് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി നൽകുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. തിരുവചനം പറയുന്ന വാക്കുകൾ ഹല്ലേലൂയ ശ്രദ്ധിച്ചു നോക്കിയാൽ കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. മുകളല്ല കുലുങ്ങിയത്, അടിസ്ഥാനം കുലുങ്ങി. ശാസ്ത്രജ്ഞന്മാരാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വട്ട് അടിസ്ഥാനം കുലുങ്ങി കഴിഞ്ഞാൽ പിന്നെ മേളുള്ളത് കാണുമോ? ഈ കാണുന്ന മേൽക്കൂര ഇതിന്റെ അടിസ്ഥാനം കുലുങ്ങി കഴിഞ്ഞതോടെ കാണുമോ? എപ്പോ താഴെ എത്തിയെന്ന് ചോദിച്ചാൽ മതി. അടിസ്ഥാനം കുലുങ്ങിയിട്ടും ആർക്കൊന്നും സംഭവിച്ചില്ല. ദാനിയേൽ വീണത് സിംഹത്തിന്റെ കുഴിക്കകത്ത. കാവലിരിക്കുക. ഇവനെ നോക്കിയിട്ട് വെള്ളം ഇറക്കിയിട്ട് കാവലിരിക്കുക. നമ്മളൊന്ന് ഭാവനയിലൊന്ന് കണ്ടേ. ദാനിയേൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരിക്കുന്നത്. ഏതായാലും സാധനമായിട്ട് പ്രാർത്ഥിക്കാമല്ലോ. ഒരു പോരാട്ടം ഇല്ല, ഒരു വിഷയമില്ല. ശാന്തമായിട്ട് ഇത് പ്രാർത്ഥിക്കായിരിക്കും. ഇവന്റെ പ്രാർത്ഥന കേട്ടിട്ട് കണ്ണും പിടിച്ച് വെള്ളം ഒഴുകി സിംഹങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയിരിക്കുക. അവന്റെ പ്രാർത്ഥനയ്ക്ക് കൂട്ടാളികളായിട്ട് സിംഹക്കൂട്ടം. സ്തോത്രം. നമ്മളത് ചിന്തിച്ചാൽ ബഹു രസമാണത്. ശരിക്കും ഭാവനയിലൊന്നും ചെയ്യണം, അതൊന്ന് കാണണം. ദാനിയേൽ ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ചുറ്റും സിംഹങ്ങൾ വെള്ളം വെച്ചിരിക്കുന്നു. അപ്പോൾ ദൈവിക ബന്ധത്തിൽ നിൽക്കുന്ന ദൈവവൈതലെ നിനക്ക് പ്രതികൂലമുണ്ടോ? ഉണ്ടെന്നേ. കഷ്ടതയുണ്ടോ? ഉണ്ടെന്നേ. എന്നാൽ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി ഉടമസ്ഥൻ ഇറങ്ങി വന്ന് സഹായിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കരം വെളിപ്പെടുത്തുവാൻ, ഒരു ദൈവ വൈതലിന് വേണ്ടി പ്രവർത്തിപ്പാൻ അവൻ മതിയായവനാണ്. പക്ഷെ എന്ത് ചെയ്യണം? ദൈവിക ബന്ധത്തിൽ നിന്ന് റേഞ്ച് കട്ടാകാതെ നിൽക്കണം. റേഞ്ച് കട്ടാകാതെ നിൽക്കണം. ഔട്ട് ഓഫ് റേഞ്ച് ആകരുത്. ഇപ്പോൾ ഇത് പ്രതികരിക്കുന്നില്ല. റേഞ്ചിൽ നിൽക്കണം. റേഞ്ചിൽ. സ്തോത്രം. എന്റെ വാക്കുകൾ ഞാനിവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. രണ്ട് വ്യക്തികളും പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരാണ്. രണ്ടു കൂട്ടർക്കും പ്രതികൂലമുണ്ടായിരുന്നു. എന്നാൽ ആ പ്രതികൂലത്തിൽ ഹല്ലേലൂയ ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ദൈവത്തിന്റെ പ്രവൃത്തി. ശത്രു ചിന്തിച്ചു അവൻ ഇല്ലാതെയാകും, അവന്റെ ഉയർച്ച തീർന്നു എന്ന് ശത്രു വിധിയെഴുത്ത് നടത്തി ദാനിയേലിന് എതിരായി. എന്നാൽ അവരുടെ വിധിയെഴുത്തിനെ തിരുത്തി എഴുതിയ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു. അവനെതിരായി നിന്ന ശത്രുവിനെ മുഴുവൻ പിടിച്ചു കൊണ്ടുവന്ന് ആ കുഴിക്കകത്ത് തന്നെ ഇട്ടു. വചനം പറയുന്നത് അവരുടെ ശരീരം അടിയിലെത്തുന്നതിന് മുൻപ് തന്നെ അസ്ഥികളെ തകർത്തു കളഞ്ഞു. ശത്രു ചിന്തിച്ചു അകത്തെ തടവിലാക്കി ഇനിവൻ ഒരിക്കലും പുറത്തു വരില്ല. എന്നാൽ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങിയപ്പോൾ കാരാഗ്രഹ പ്രമാണി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? സ്തോത്രം. അപ്പോൾ
ഇപ്പൊ ആരായി മാറി? ഇവർ യജമാനന്മാരായി മാറി. എന്താണ് അതിന്റെ കാരണം? നീ സേവിക്കുന്ന ദൈവം തക്ക സമയത്ത് നിന്നെ ഉയർത്തുവാൻ, തക്ക സമയത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ വിശ്വസ്തയോടുകൂടെ നിൽക്കുന്ന ദൈവമൈതലേ, വിഷയങ്ങളുണ്ടോ? ഉണ്ടെന്നേ. അതിന്റെ മധ്യത്തിൽ നീ വിശ്വസ്തയോടെ നിൽക്കാൻ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കരം കാണുവാൻ കഴിയും. അവിടെ രണ്ട് സംഭവം നടക്കുന്നേ. ഒന്ന്, അവരുടെ വിടുതൽ നടന്നു. കാരാഗ്രഹ പ്രമാണിയും കുടുംബവും എന്ത് ചെയ്തു? അപ്പം ഒരു വെടിക്ക് രണ്ട് വെടി. അപ്പൊ നന്മയാണോ തിന്മയാണോ? അടി കിട്ടിയപ്പോ നന്മയായിരുന്നു, മുറിവേറ്റപ്പോ നന്മയല്ലായിരുന്നു, വേദന എടുത്തു. പക്ഷേ ഒരു പാട്ടുണ്ടല്ലോ, ആദിയിങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ, ആദിയിങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ, പരപരമേശ പരമരുളീശ നീയത്രേ എന്റെ രക്ഷ. അപ്പോൾ ആദിയിങ്കൽ കൈപ്പാണ് അവർക്ക് കിട്ടിയത്. എന്നാൽ പിന്നീട് അത് മധുരമായി തീർന്നു. ആ രാത്രിയിൽ തന്നെ അവരെ കൊണ്ടുപോയി ഹല്ലേലൂയ കാരാഗര പ്രമാണി മുറിവുകളെ കഴുകി കെട്ടി എന്ന് വചനം പറയും. സ്തോത്രം. പ്രഭാതവേളയിൽ ദാനിയേലിന്റെ അടുക്കൽ ദുഃഖസ്വരത്തോടെ രാജാവ് വന്ന് ചോദിക്കുകയാണ്, നീ സേവിക്കുന്ന ദൈവം നിന്നെ വിടുവിപ്പാൻ പ്രാപ്തനായി. അവൻ കാര്യങ്ങൾ പറയുന്നുണ്ട്. രാജാവേ, രാജാവിന്റെ മുൻപിൽ ഞാൻ കുറ്റക്കാരനല്ല, ദൈവത്തിന്റെ മുൻപിലും അല്ല. ദൈവം തന്റെ ദൂതനെ അയച്ച് എന്നെ വിടുവിച്ചു. സ്തോത്രം. കയറ്റുവാൻ കൽപ്പന കൊടുത്തു. രേഖ എഴുതിപ്പിച്ചവരെ കൊണ്ടുവന്ന് അതിനകത്തിട്ടു. ഹല്ലേലൂയ. വചനം പറയുന്നല്ലോ, കുടിച്ച കുടിയിൽ അവൻ തന്നെ വീണു. അപ്പൊ മറ്റൊരുത്തന് വേണ്ടി കുടി കുടിക്കാതെ ആ കുടിക്കകത്ത് എന്ത് ചെയ്യും? ഹല്ലേലൂയ. ഇന്ന് പകലിൽ ദൈവിക ബന്ധത്തിൽ യാത്ര ചെയ്യുന്ന ദൈവമൈതലേ, നമ്മെ കാണുന്ന ഒരുവരുണ്ട്. നമ്മുടെ വഴി ദൈവത്തെ വരമേൽപ്പിച്ച് ദൈവമുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള പിതാവേ, അപ്പച്ചന്റെ അടുക്കലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. അങ്ങയുടെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുകയാണ്. പ്രതികൂല സാഹചര്യത്തിന്റെ മുന്നിൽ ദൈവമുഖത്തേക്ക് നോക്കിയ തൻ മക്കൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കരം വെളിപ്പെടുവാനിടയാകട്ടെ. പ്രയാസങ്ങളുടെ മുന്നിൽ, പ്രതികൂലങ്ങളുടെ മുന്നിൽ ഇറങ്ങി വരുന്ന പ്രവൃത്തി വെളിപ്പെടുത്തുന്ന ഒരു ഉടമസ്ഥനുള്ളതിനായി സ്തോത്രത്തെ. ഈ ബലത്തോടെ ഞങ്ങൾ ഭവനങ്ങളിലേക്ക് മടങ്ങട്ടെ. അരുമനാഥന്റെ പ്രവൃത്തി കാണുവാൻ സഹായിക്കും. മഹത്വം അങ്ങയ്ക്ക് ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.